നമുക്ക് ഗൂഗിളിൽ 15 GB സ്റ്റോറേജ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മളെ പേഴ്സണൽ ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നാൽ ഇത് വേഗം അങ്ങ് ഫുള്ളായി പോകും. ഇത് ഫുള്ളാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്ക് വരുന്ന ഒരുപാട് മെയിലുകൾ, ഇഷ്ടംപോലെ സ്പാം മെയിലുകൾ വരും നമുക്ക്. ഇതൊക്കെ ഓരോന്നോരോന്നെടുത്ത് ഡിലേറ്റ് ആക്കുക പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. മൊബൈലിൽ നിന്ന് നമുക്ക് ഒന്നിച്ച് സെലക്ട് ചെയ്ത് ഡിലേറ്റ് ആക്കിയുള്ള ഒരു ഓപ്ഷൻ ഇതുവരെ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ജിമെയിൽ വന്നിക്ക്. സിസ്റ്റത്തിൽ നമുക്ക് ഒന്നിച്ച് സെലക്ട് ചെയ്ത് ഡിലേറ്റ് ആക്കിയുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ മൊബൈൽ ഇതുവരെ ഇല്ലായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ഓപ്ഷനാണ് ജിമെയിൽ വന്നത്. അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഇങ്ങനെ ഒന്നിച്ച് സെലക്ട് ചെയ്യുന്ന നേരം ആക്സിഡൻ്റലി നമ്മൾക്ക് ആവശ്യമുള്ള ഇമെയിൽ സെലക്ട് ആയി അതും ഡിലേറ്റ് ആയി പോയാൽ അതെങ്ങനെ തിരിച്ചെടുക്കും? അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ആദ്യം നമുക്ക് ജിമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ജിമെയിൽ ഓപ്പൺ ചെയ്താൽ ഇവിടെ എന്താണ് ഇഷ്ടംപോലെ മെയിലുകളുണ്ട്. ഇതിൽ ഇഷ്ടംപോലെ മെയിൽ വന്നിക്ക്. ഇതൊക്കെ ആവശ്യമില്ലാത്തതാണെന്ന് കൂട്ടിക്കോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു മെയിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്താൽ അതവിടെ സെലക്റ്റായി ഒരു ടിക്ക് മാർക്ക് വന്ന്, അത് മാത്രമല്ല മേലെ കണ്ടോ സെലക്ട് ഓൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ബോക്സ്, ചെറിയൊരു ചെക്ക് ബോക്സ്, അതിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സെലക്ട് ആവും. ഇല്ല കേട്ടോ, കംപ്ലീറ്റ് സെലക്ട് ആകില്ല. ഇപ്പോൾ 100 സെലക്ട് ആയിക്ക്, ചിലപ്പോൾ 50 ആയിരിക്കും സെലക്ട് ആകുക. എത്രയാണോ സെലക്ട് ആകുന്നത് അതിൻ്റെ താഴേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെ ലാസ്റ്റിലെത്തിക്കഴിഞ്ഞാൽ ഇതാ ആ ടിക്ക് മാർക്കുള്ളിടത്ത് നിന്ന് വീണ്ടും നമുക്ക് ഒന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ 124. ഇതിൽ ടോട്ടൽ 124 ഉള്ളൂ, അതുകൊണ്ടാണ് 124 ആയത്. ഇങ്ങനെ നമുക്ക് ഒന്നിച്ച് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഒന്നിച്ച് സെലക്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 2 മാത്രം ഡിലേറ്റ് ആക്കി കാണിച്ചു തരാം. ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മേലൊരു ഡിലേറ്റ് ബട്ടൺ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഡിലേറ്റ് കൊടുത്താൽ മതി. അത് മെയിൽ ഡിലേറ്റ് ആയി. പക്ഷേ ഇങ്ങനെ ഒന്നിച്ച് സെലക്ട് ചെയ്യുന്ന നേരം നമുക്ക് മാണ്ടിയതും ഇങ്ങനെ പോയാലോ? അതെങ്ങനെ തിരിച്ചെടുക്കുക? അതിനിവിടെ മേലെ 3 ലൈനില്ലേ, ഈ ലൈനിൽ മെല്ലെ ഒന്ന് കുത്തിയാൽ താഴേക്ക് പോവുക. താഴേക്ക് പോയാൽ ഇവിടെ ബിൻ എന്ന് കാണും. ഇതാ ബിന്ന്, അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഉണ്ടാവും. നമ്മൾ ഡിലേറ്റ് ചെയ്തൊക്കെ ഇവിടെ ഉണ്ടാവും. 30 ദിവസം വരെ ഇവിടെ ഉണ്ടാവും. ഇവിടുന്ന് നമ്മൾ ഡിലേറ്റ് ചെയ്താലാണ് അത് ഡിലേറ്റ് ആവും. 30 ദിവസം കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് അത് ഡിലേറ്റ് ആവും. നമുക്ക് തിരിച്ചെടുക്കാനാകില്ല. ഇനി നമുക്ക് ആവശ്യമുള്ള ഇതിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഒന്നിച്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടുന്ന് ഒന്നിച്ച് സെലക്ട് ചെയ്ത് ഡിലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്കിത് റീസ്റ്റോർ ചെയ്യുക, തിരിച്ചെടുക്കാം. ഇനി ഇവിടുന്ന് നമുക്ക് ഒന്നിച്ച് ഡിലേറ്റ് ആക്കിയതിന് ഇതാ ജസ്റ്റ് സെലക്ട് ചെയ്യുക, സെലക്ട് ഓൾ കൊടുക്കുക, ഡിലേറ്റ് കൊടുക്കുക. ഇതാ empty bin കംപ്ലീറ്റ് പോയി. ഇങ്ങനെ നമുക്ക് നമ്മളെ മെയിൽ, അനാവശ്യമായിട്ടുള്ള സ്പാം മെയിലുകളൊക്കെ ഒറ്റ ക്ലിക്കിൽ കംപ്ലീറ്റ് ഡിലേറ്റ് ആക്കാം. സംഭവം ഇത് നിങ്ങൾക്ക് വരണമെങ്കിൽ ജിമെയിൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഉപകാരം തോന്നിയിട്ടുണ്ട്. ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും കൊടുത്തേക്കും. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.